ഹലോ ഫ്രണ്ട്സ്, ട്രാവൽ ഫോർ ഫുഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ട്രാവലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേക കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കൂടാതെ ഞങ്ങളുടെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രചോദനം. നിങ്ങളെല്ലാവരും യാത്രയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. അപ്പോൾ യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ വരുത്തിവെക്കുന്ന ബുദ്ധിമുട്ടാണ്. കാരണം യാത്രയിൽ നമുക്ക് ഇത് വേണോ, ഇത് വേണം. നിങ്ങൾ ഇതാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ബുദ്ധിമാനോ ബുദ്ധിമതിയോ ആയിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സ്പേസ് കുറച്ച് യാത്ര ചെയ്യാം, നമ്മുടെ യാത്ര എങ്ങനെ ഈസിയാക്കാം എന്നുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണുക. നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെക്ക് ലിസ്റ്റ് റെഡിയാക്കുക. നമ്മൾ എവിടേക്കാണ് പോകുന്നത്, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, നമ്മൾ എന്തൊക്കെ ഡ്രസ്സ് കൊണ്ടാണ് പോകേണ്ടത്, അതുമല്ല അവരുടെ ക്ലൈമറ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആ ക്ലൈമറ്റിനനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ടീഷർട്ട് മടക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ആദ്യം കൈകൾ അകത്തോട്ട് മടക്കി വെക്കുക. നേർപകുതിയാക്കുക. നേർപകുതിയായി മടക്കി വെക്കുക. എന്നിട്ട് താഴെ ഒന്ന് ചുരുട്ടി മേൾ വരെ കൊണ്ടുവരിക. വേണമെങ്കിൽ നമുക്കിതിലൊരു റബ്ബർ ബാൻഡ് കൂടെ ഇടാം. ഷർട്ട് മടക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് കൈകളും ക്രോസായിട്ട് വെക്കുക. ഞാൻ തേച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ പാതിയായി മടക്കുക. താഴേന്ന് നേരത്തെ നമ്മൾ ടീഷർട്ട് ചെയ്ത പോലെ തന്നെ ചുരുട്ടി എടുക്കുക. കണ്ടോ, പാൻറ്റ് മടക്കുക. ഇവിടുന്ന് പകുതി മടക്കുക. ഇങ്ങനെ പാരലായിട്ടുള്ള ഷേപ്പിൽ കൊണ്ടുവരിക. അതേപോലെ തന്നെ താഴേന്ന് മടക്കി സോക്സ് മടക്കുന്നത്. രണ്ട് സോക്സ് ഇങ്ങനെ വെക്കുക. താഴേന്ന് ചുരുട്ടി കൊണ്ടുപോകുക. എന്നിട്ട് ഈ താഴെയുള്ള ഭാഗം ഇതിനകത്തോട്ട് കയറ്റി വെക്കുക. നമ്മൾ ഷൂ, ചപ്പൽ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകുകയാണെങ്കിൽ അതൊരു കവറിലിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് ഷൂവിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സോക്സ് എല്ലാം കയറ്റി വെക്കാം. അങ്ങനെ സ്പേസും നമുക്ക് ലാഭിക്കാം. നമ്മുടെ സോക്സ് ഷൂവിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുക. ഒരു 3 ജോഡി സോക്സെങ്കിലും ഇതിൻ്റെ അകത്ത് കയറുന്നതായിരിക്കും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം വേണ്ട സാധനമാണ് പേസ്റ്റും ബ്രഷും. പക്ഷേ ഇതുള്ളപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഏറ്റവും വലുത് കൊണ്ടുപോകണം, വേണ്ടല്ലോ. ഷാമ്പു ഇത്രയും വലുത് വേണം നമുക്ക്. ഇത്രയും ചെറുതും കിട്ടുമല്ലോ, ഇത് വേണ്ടല്ലേ. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വിയർത്താൽ അറിയാമല്ലോ എന്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം തന്നെ എൻ്റെ സ്ഥിതി കണ്ടില്ലേ, യാത്ര ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് യാത്ര ചെയ്യുമ്പോൾ ഡിയോഡ്രൻറ്റ്. പക്ഷേ ഇത്രയും വലിപ്പമുള്ള വേണം. ഇത് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ഈ സൈസ് കൊണ്ടുപോയാൽ പോരെ. അപ്പോൾ നമ്മുടെ പാക്കിങ്ങിലുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്,
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ വരെ ബൈ ബൈ.